ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ എന്നാൽ രുചിയിൽ ഒരു കുറവും വരുത്താതെ നല്ല സൂപ്പർ ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. അതും മൈക്രോവേവ് ഓവൻ ഉപയോഗിച്ച്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഫിഷ് നമ്മൾ മസാല തേച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഗ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ഹൈ റാക്കിലേക്ക് നിരത്തി കൊടുക്കാം. ഓരോ പീസും കൃത്യമായിട്ട് നിരത്തി വെച്ചതിന് ശേഷം നമുക്കത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷൻ മോഡിലാണ്. മൈക്രോ ഗ്രിൽ കോമ്പിനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഗ്രിൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ ബട്ടണിൽ 3 തവണ പ്രസ് ചെയ്യണം. ആദ്യം പ്രസ് ചെയ്യുമ്പോൾ ഗ്രില്ല് മാത്രമാണ് വരിക. രണ്ടാമത് പ്രസ് ചെയ്യുമ്പോൾ ഗ്രിൽ കൺവെക്ഷൻ ആയിരിക്കും വരുന്നത്. മൂന്നാമത്തേലാണ് ഗ്രിൽ മൈക്രോ വരുന്നത്. സിമ്പിൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈക്രോയും ഗ്രില്ലിൻ്റെ സിമ്പിളാണ് വരുന്നത്, ശ്രദ്ധിക്കണം. അതിനുശേഷം മൈക്രോയിൽ 1 തവണ പ്രസ് ചെയ്യുക. അപ്പോൾ കാണിക്കുന്ന ടെമ്പറേച്ചർ 180 ആയിരിക്കും. നമുക്ക് 270 ആണ് വേണ്ടത്. അതിന് വേണ്ടി ഒന്നോടെ മൈക്രോയിൽ പ്രസ് ചെയ്യണം. അപ്പോൾ 270 കാണിക്കും. അതിനുശേഷം നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ കൊടുക്കുന്നത് 20 മിനിറ്റ്സ് ആണ്. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. 10 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ കുക്കായിട്ടുള്ളൂ. മറു സൈഡും കൂടെ കുക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. മറുഭാഗം കൂടെ കുക്കാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സമയം 10 മിനിറ്റ് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സൈഡ് തന്നെ ഇപ്പോൾ വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രില്ലെന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ടൈം 2 മിനിറ്റ് കൊടുത്താൽ മതിയാവും. സ്റ്റാർട്ട് കൊടുക്കുക. അങ്ങനെ ഒരു സൈഡ് ഗ്രില്ലായിട്ടുണ്ട്. നമുക്കിനി മറു സൈഡും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കണം. എല്ലാ പീസും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഗ്രില്ലിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് ടൈം സെയിം തന്നെ 2 മിനിറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക. ടൈം കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ഒരു 10 മിനിറ്റും കൂടെ അതിനുള്ളിൽ തന്നെ വെച്ചിരിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയത്. എല്ലാ പീസസും ഒരേപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഫിഷ് ഫ്രൈ റെഡി.